കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളൊരു വണ്ടി എന്ന് പറയുമ്പോൾ അത്യാവശ്യം കുഴപ്പമൊന്നും ഇല്ലാത്ത നല്ല പുതുപുത്തൻ കിളിക്കുഞ്ഞു പോലത്തെ വണ്ടി കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ക്യാരം മൊബിലിറ്റിയിൽ എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നതെന്നും ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ കമ്പനിയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് അശ്വിൻ ബ്രോ പറഞ്ഞു തരും. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടുന്ന് വണ്ടിയെടുത്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. വണ്ടിയെടുത്ത് ഇറങ്ങിയിട്ട് നമ്മൾ എന്താണെങ്കിലും റൂമിലേക്ക് പോവാണ്. ഇന്നിപ്പോൾ നമുക്ക് എന്താണെങ്കിലും ഇന്ന് ഓടാൻ പ്ലാനൊന്നുമില്ല. ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. ഗൈസ്, നമ്മുടെ ബ്ലൂ സ്മാർട്ട് പൂട്ടിയപ്പോൾ തൊട്ട് നമ്മുടെ വീഡിയോകളുടെ അടിയിൽ ഇങ്ങനെ പല കമൻറ്റ് വരുന്നുണ്ട്. കുറേ കമൻറ്റ് ഇങ്ങനെ ഞാൻ കണ്ടു. ഗൈസ് ബ്രോ ഊബറിൽ പോകും എന്ന് പറഞ്ഞ് പല കമൻറ്റ്. അപ്പോൾ നമ്മൾ എന്താണെങ്കിലും ഇത്രയും കമൻറ്റ് കണ്ട സ്ഥിതിക്ക് നമ്മൾ എന്താണെങ്കിലും തീരുമാനിച്ച് നൈസായിട്ട് നമുക്ക് ഊബർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. അങ്ങനെ നമ്മൾ ഊബർ ട്രൈ ചെയ്യാൻ തീരുമാനിച്ചിട്ട് ബാംഗ്ലൂർ നമ്മൾ പല ഊബറിൻ്റെ ഡീലർഷിപ്പ് നോക്കി. ഈ വണ്ടി ഇങ്ങനെ റെൻറ്റിന് കൊടുക്കുന്ന പല ഡീലർഷിപ്പ് നോക്കിയിട്ട് അവസാനം നമ്മളിവിടെ ക്യാരം മൊബിലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനി ഉണ്ട് ഗൈസ്. അതിൻ്റെ ഇപ്പോൾ ഓഫീസ് നമുക്ക് വരുന്നത് കാടുബേസനഹള്ളിയിലാണ്. അവിടെ നമ്മളെന്താണെങ്കിലും ഞങ്ങൾ രണ്ടുപേര് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഇവിടെ വർക്ക് ചെയ്യുന്നവരുടെ അടുത്തൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞത്, പലയിടത്തും ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇവിടെ നല്ല സർവീസാണ്, ഇവരുടെ നല്ല പുതിയ വണ്ടിയാണ്, അത്യാവശ്യം നീറ്റ് വണ്ടിയാണെന്നാണ്. അതറിഞ്ഞുകൊണ്ടാണ് നമ്മളെന്താണെങ്കിലും ക്യാരം മൊബിലിറ്റി വന്നിട്ടുള്ളത്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ബാക്കി എന്താണെങ്കിലും നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ക്യാരമിൻ്റെ ഹബ്ബിൽ വന്നിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല കുറേ വണ്ടികളുണ്ട്. നല്ല വണ്ടിയുണ്ട്, മോശം വണ്ടിയുണ്ട് കേട്ടോ. ഇതിന് നമ്മൾ നല്ല വണ്ടി തപ്പിയെടുക്കുക. ഞങ്ങളാണെങ്കിൽ ഇവിടെ വന്നിട്ട് നല്ലൊരു കിളിക്കുഞ്ഞു പോലത്തെ വണ്ടി കണ്ടുപിടിച്ചിട്ടുണ്ട് ഗൈസ്. അതാകെ 9000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പിന്നെ ക്യാരമിൻ്റെ ഇവിടുത്തെ മിക്കവാറും വണ്ടിയിലെല്ലാം മ്യൂസിക് സിസ്റ്റവും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടാണ് വരുന്നത്. അത് എനിക്കൊന്നും വേറെ ഫ്ലീറ്റിലൊന്നും ഇല്ലെന്ന്, വേറെ ഫ്ലീറ്റിലുണ്ടോ ഇല്ലെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇവിടുത്തെ എന്താണെങ്കിലും വാഗണേഴ്സിലൊക്കെ മ്യൂസിക് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് വണ്ടികളിൽ മാത്രമില്ല കേസ്. പിന്നെ ഇവിടെ വാഗണാറും ഉണ്ട്, അതേപോലെ സ്വിഫ്റ്റും വരുന്നുണ്ട്. ഞാൻ ഇവിടുത്തെ വണ്ടിയും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ക്യാരമിൻ്റെ ഹബ്ബും കാര്യങ്ങളൊക്കെ ഇവിടെ അത്യാവശ്യം കുറേ വണ്ടിയുണ്ട്. വലിയ കുഴപ്പമില്ല, അത്യാവശ്യം നീറ്റാണ്. ചില വണ്ടിയൊക്കെ മോശം വണ്ടിയുണ്ട്. ഈ വണ്ടിയിൽ ഇച്ചിരി പഴയ വണ്ടി വന്നു കേട്ടോ. ഇതിൽ സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അതല്ലാതെ ഇതൊക്കെ നല്ല പുതിയ വണ്ടി കേട്ടോ. ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പുതിയ വണ്ടി, അഡ്വർടൈസ്മെൻറ്റ് ഉണ്ടെന്നേ ഉള്ളൂ. അകത്ത് നമുക്ക് നോക്കുമ്പോൾ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ മിക്കവാറും എല്ലാ വണ്ടിയിലും വരുന്നുണ്ട്. പിന്നെ വാഗണേഴ്സ് അല്ലാതെ ഇവിടെ വേറെ നമ്മുടെ സ്വിഫ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നീറ്റ് നല്ല സ്വിഫ്റ്റും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഉണ്ട്. സ്വിഫ്റ്റ് എടുക്കേണ്ട സ്കീം എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. നമ്മളെന്താണെങ്കിലും വാഗണറാണ് എടുത്തിട്ടുള്ളത്. ഇതാകുമ്പോൾ സിറ്റി കൂടെ ഒക്കെ നമുക്ക് നല്ല ജില്ലെന്ന് പോകാമല്ലോ. അത് കാരണം പുതുപുത്തൻ വണ്ടിയൊക്കെ ആണെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ കുറേ വണ്ടികൾ ഇങ്ങനെയുണ്ട്. ഇതല്ലാതെ ഇവർക്ക് വേറെ ഹബ്ബ് അപ്പുറം ഉണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. എനിക്കിവിടെ വന്നിട്ട് ഇവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇവരുടെ കസ്റ്റമർ സർവീസ് ആട്ടോ. ഇവരുടെ അത്യാവശ്യം ഇവരുടെ മാനേജ്മെൻറ്റ് എല്ലാം നല്ല ഫ്രണ്ട്ലിയാണ്. അപ്പോൾ ഞാനിവിടെ എത്തിയിട്ട് ഇവിടെ നമുക്ക് അശ്വിൻ എന്ന് പറഞ്ഞൊരു ബ്രോയെ പരിചയപ്പെട്ടിട്ടുണ്ട്. പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇതിൻ്റെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ വീഡിയോയിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളിയെല്ലാം ക്ലിയർ ചെയ്ത് തരാമെന്ന്. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഉണ്ട് കേസ് പറയാൻ. അപ്പോൾ ഞാനത് എന്താണെങ്കിലും പുള്ളിയെടുത്ത് നൈസായിട്ട് സംസാരിച്ചപ്പോൾ പുള്ളി ഓക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും ഇനിയിപ്പം അവിടെ ഓഫീസിൻ്റെ അകത്ത് എത്തിയിട്ടും കാണാം കേസ് കേട്ടോ. ക്യാരം മൊബിലിറ്റിയുടെ ഓഫീസ് ഇതിൻ്റെ ഏറ്റവും ടോപ്പ് ഫ്ലോറിലായിട്ടാണ് ഇവരുടെ ഓഫീസ് കേട്ടോ. ഇവിടെ ആയിട്ടാണ് നമുക്ക് വരുന്നത്. അവിടെ നമുക്ക് കയറാനുള്ള ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കാടുബേസനഹള്ളിയിലാണ് കേട്ടോ. ഇവിടെ നമുക്ക് ഇവിടെ എന്താണെങ്കിലും ഓഫീസുണ്ട്. നമുക്ക് എന്താണെങ്കിലും അകത്തോട്ട് പോയി നോക്കാം കേട്ടോ. ഇവിടുത്തെ ഒരു ഓഫീസ് അത്യാവശ്യം കുഴപ്പമില്ല, നല്ലൊരു ഓഫീസ്. കുറേ ആൾക്കാർ ജോയിൻ ചെയ്യാൻ വേണ്ടിയൊക്കെ വന്ന് നിൽപ്പുണ്ട് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ല. അതാ ഇവിടെയായിട്ടാണ് നമ്മുടെ കാടുബേസനഹള്ളിയിൽ ഇവിടെയായിട്ടാണ്. വലിയ ഓഫീസാണ് കേട്ടോ, കുഴപ്പമില്ല ഗൈസ്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്യാരം മൊബിലിറ്റിയിൽ എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നതെന്നും ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ കമ്പനിയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് അശ്വിൻ ബ്രോ പറഞ്ഞു തരും. ബ്രോ, ക്യാൻ യു എക്സ്പ്ലെയിൻ അബൌട്ട്? ஹாய், என் பேர் அஸ்வின். நான் கேரம் மொபிலிட்டிஸில் ஒர்க் பண்ணுறேன். டிஎம்மாக ஒர்க் பண்ணி டிரைவர் மேனேஜராக. ஸோ இந்த ஆஃபீஸ் வந்து உங்களுக்கு கிட்டத்தட்ட இப்போது ஸ்டார்ட் ஆகி 1.5 இயராக கம்பெனி வந்து ரன்னிங்கில் இருக்குது. ஸோ எங்ககிட்ட பெங்களூரில் வந்து ப்ளஸ் 700 வெஹிக்கிள்ஸ் இருக்குது. எவ்ரி மந்த்ஸு 200 மேலே புது வண்டிங்க வருது. புது டிரைவர்ஸ் வந்து நம்மக்கிட்ட ஜாயின் ஆகிருக்காங்க. ஸோ நீங்களும் புது வண்டி வாங்கணுன்னா இங்கே வந்து ஜாயின் ஆகிடுங்க. உங்களுக்கு வந்து ஓனர்ஷிப் வெஹிக்கிள்ஸ் ப்ரொவைட் பண்ணுறோம். ப்ளஸ் ரெண்டல் வெஹிக்கிள்ஸும் வந்து அவைலபிள் இருக்குது. உங்களுக்கு வந்து இங்கே 3 இயர்ஸ் பிளானும் கிடைக்குது, ப்ளஸ் 4 இயர்ஸ் பிளானும் கிடைக்குது. உங்களுக்கு வந்து ஓனர்ஷிப்பில் வந்து நியூ வெஹிக்கிள்ஸ் வந்து நாங்கள் ப்ரொவைட் பண்ணுறோம். ஸோ உங்களுக்கு வந்து சர்வீஸ் பெனிஃபிட்ஸ் கொடுக்குறோம். ப்ளஸ் வந்து உங்களுக்கு என்ன இஷ்யூ இருந்தாலும் உங்களுக்கு சப்போர்ட் பண்ணுறதுக்கு எங்கள் சைட்லேருந்து டிஎம்ஸ் இருக்கிறாங்க. புரியுதுங்களா? உங்களுக்கு என்ன இஷ்யூ இருந்தாலும் நம்ம டிஎம்ஸுக்கு வந்து கால் பண்ணலாம். அவங்க வந்து உங்களுக்கு ரெஸ்பான்ஸ் பண்ணுறாங்க. ப்ளஸ் வந்து உங்களுக்கு எல்லாம் வந்து ஒர்க் ஷாப் சர்வீஸ் கொடுக்குறோம். எங்கள் சைட்லேருந்து கல்யாணி மோட்டர்ஸ் அந்த மாதிரி ஒர்க் ஷாப்பு சர்வீஸ்லேருந்து டேரெக்டாக வந்து உங்களுக்கு வந்து ப்ரொவைட் பண்ணுறோம். ஸோ இப்போ வந்து கரண்ட்லி எங்ககிட்ட வந்து ஆல் இண்டியா ப்ளஸ் 2000 வெஹிக்கிள்ஸ் வந்து ரன்னிங்கில் இருக்குது. ஸோ எவ்ரிவேர் அக்கார்டிங் டு எல்லா டிரைவர்ஸும் வந்து எங்களோட பர்ஃபார்மன்ஸ் நல்லா இருக்குது, ப்ளஸ் சர்வீஸும் நல்லா இருக்குது. ஸோ நீங்களும் வந்து மிஸ் பண்ணிக்காதீங்க. மிஸ் பண்ணாமல் இங்கே வந்து ஜாயின் ஆகிடுங்க. உங்களுக்கு வந்து ஓனர்ஷிப்பு 4 இயர்ஸ் 3 இயர்ஸ் வந்து அவைலபிள் இருக்குது எங்ககிட்ட. ஸோ ப்ளஸ் அதுக்கு இல்லைன்னா ரெண்டல்ஸில் வந்து கூட நீங்கள் வந்து எடுத்துக்கலாம். ஓகேங்களா? எந்த சிட்டியில் இது கேரம் சார் உங்களுக்கு வந்து இப்போ நாங்கள் பெங்களூரில் ரன்னிங்கில் இருக்கோம். பெங்களூரு, பூனே, மும்பை, டெல்லி. ஸோ இந்த ஏரியாஸில் வந்து நாங்கள் இப்போ கரண்ட்லி ஆப்ரேட்டிங்கில் இருக்கோம். ஓகே. டோட்டல் ஆல் ஓவர் இந்தியா எவ்வளோ வண்டி இருக்குது? ஸோ ஆல் ஓவர் இந்தியா உங்களுக்கு வந்து 2000க்கு மேலே வந்து ப்ளஸ் வெஹிக்கிள்ஸ் வந்து இப்போ ரன்னிங்கில் இருக்குது. ஓகே. இதுக்கு ஜாயின் பண்ணனா என்ன ஏதாவது ப்ரொசீஜர்? ஸோ ஜாயின் பண்ணனா சிம்பிள்.
உங்களது வந்து ஊபர் ஐடி இருக்கணும். இன்கேஸ் ஊபர் ஐடி இல்லைனாலும் நீங்கள் வந்து டாக்குமெண்ட்ஸ் எங்களுக்கு வந்து ஷேர் பண்ணுங்க. ஜஸ்ட் ஆதார், பேன், டிஎல், உங்கள் லோக்கல் அட்ரஸ் ப்ரூஃப் எடுத்துகிட்டு வந்தீங்கன்னா நாங்கள் வந்து ஐடி கிரியேட் பண்ணி கொடுக்குறோம். ஸோ ஐடி வந்து நீங்கள் கிரியேட் ஆன பிறகு ஜஸ்ட் நீங்கள் என்ன இருக்கோ டெபாசிட் பே பண்ணிவிட்டு வண்டி எடுத்துக்கலாம். அதுக்கு மேலே எதுவும் வந்து எக்ஸ்ட்ராவாக ஸ்டெப்ஸ் நீங்கள் பண்ணுங்க. அது ரெண்டல் டீட்டெயில்ஸ் ஸோ ரெண்டல் வந்து உங்களுக்கு வீக்லி வைஸ் ரெண்டல் வரும் உங்களுக்கு, புரியுதுங்களா? வீக்லி மண்டே வந்து உங்களுக்கு ரெண்டல் சார்ஜஸ் வந்துடும். ஸோ உங்களுக்கு பேஸ் டு பேஸ் நீங்கள் வந்து 949 வந்து உங்களுக்கு பேஸ் இருக்கும். நீங்கள் நல்ல பர்ஃபார்மன்ஸ் கொடுக்குறதுனா உங்களுக்கு வந்து பர் டேக்கு 150 rupees வரையும் ரெண்ட் வந்து கம்மியாகும். 150 ட்ரிப்புக்கு எவ்வளோ ட்ரிப் எடுக்கணும்? ஸோ நீங்கள் வீக்லி ஒரு 150 ட்ரிப் பண்ணுற 150 இல்லை 140 ட்ரிப் பண்ணுறதால உங்களுக்கு வந்து 150 வரையும் ரெண்டல் வந்து சார்ஜஸ் ஆகும். டெய்லி 150. ஸோ டெய்லி வந்து 150 சார்ஜஸ் ஆகும். ஸோ நீங்கள் எப்படி பர்ஃபார்ம் பண்ணீங்களோ அதுக்கேற்ற மாதிரி உங்களுக்கு வந்து நாங்கள் ரெக்கக்னேஷன் கொடுப்போம். ஸோ இங்கே வந்து அதுக்கேற்ற மாதிரி உங்களுக்கு நீங்கள் நல்ல பர்ஃபார்மன்ஸ் பண்ணாலும் மந்த்லி வைஸ் உங்களுக்கு இல்லை இயர்லி ஒன்ஸ் உங்களுக்கு வந்து ரெக்கக்னேஷன் ப்ரோக்ராம்ஸ் இருக்கும், Q&A ப்ரோக்ராம்ஸ் இருக்கும். உங்களுக்கு என்ன இஷ்யூஸ் கம்பெனி பீப்புள் கிட்ட வந்து ஷேர் பண்ணிக்கலாம். உங்க என்ன இஷ்யூ இருந்தாலும் நீங்க வந்து அங்க கிளியர் பண்ணிக்கலாம். But can you explain the deposit details? ஸோ டெபாசிட் வந்து நீங்கள் ரெண்டலில் வண்டி எடுக்கிறதா இருந்தால் உங்களுக்கு வந்து ஸ்டார்டிங் வந்து 11,180 வந்து டெபாசிட் பண்ண வேண்டியதாக இருக்கும். 10,000 ரூபாய் உங்கள் டெபாசிட் இருக்கும். 11,180 சிங்கிள் டிரைவர், ரைட்? சிங்கிள் டிரைவர்ஸ். ஸோ சிங்கிள் டிரைவர்ஸ்க்கு வந்து 10,000 rupees வரைக்கும் உங்கள் டெபாசிட் வரைக்கும். நெக்ஸ்ட் வந்து டாக்குமெண்டல் சார்ஜ் இருக்கும் 1,180 சம்திங் டாக்குமெண்டல் சார்ஜ். இன்கேஸ் நீங்கள் அதே ஓனர்ஷிப்பில் வண்டி எடுக்கிறதா இருந்தால் உங்களுக்கு வந்து 26,180 வந்து கிடைக்கும். இன்கேஸ் உங்களால் அவ்வளோ கட்ட முடியலன்னா எங்ககிட்ட வந்து ஆஃபர் இன்னொன்று என்ன இருக்குதுன்னு நீங்கள் இஎம்ஐயில் வந்து கூட வண்டி எடுத்துக்கலாம். அதுக்கு வந்து சேம் நீங்கள் ரெண்டலுக்கு என்ன பே பண்ணுறீங்களோ 10,000 ப்ளஸ் 1,180 நீங்கள் வந்து அது ஓனர்ஷிப் ஸ்கீம், ரைட்? ஸோ ஓனர்ஷிப் ஸ்கீமில் வந்து அந்த மாதிரி நியூ கார், ஆமாம் நியூ கார் வந்து உங்களுக்கு ப்ரொவைட் பண்ணுறோம். ஸோ ஷோரூம் வெஹிக்கல்ஸ் தான் வரும் உங்களுக்கு, எல்லாம் பிராண்ட் நியூ வெஹிக்கல்ஸ் வரும். ஸோ ஷோரூம் மெயின்டெனன்ட் எங்களுக்கு வந்து உங்களுக்கு ஷோரூம் சர்வீஸும் കൊടുத்துட்றோம் ഡയറക്റ്റാണ്. ഗൈസ് നമുക്കിവിടെ ഓണർഷിപ്പ് സ്കീം എന്നും പറഞ്ഞിട്ടുണ്ട്. ഓണർഷിപ്പ് സ്കീം ആണെങ്കിൽ നമുക്ക് പുതിയ കാർ അവർ തന്നെ എടുത്തു തരുവാണ്. அதுக்கு டெய்லி எவ்வளோன்னா அது ஸோ நீங்கள் ஓனர்ஷிப்பில் சேம் சார் உங்களுக்கு என்ன நீங்கள் ரெண்டலில் பே பண்ணுறீங்களோ அதே சேம் வந்து நீங்கள் இங்கேயும் பே பண்ணலாம். இன்கேஸ் உங்களுக்கு வந்து பிளான் சீக்கிரமாக முடியணும்னா 3 இயர்ஸும் வந்து ப்ரொவைட் பண்ணணும். 3 இயர்ஸ்க்கு வந்து ஒரு 1,200 சம்திங் வந்து பேஸ் ரெண்ட். எவ்வளோ இயர் மேலே காடி நமக்கு? ஸோ உங்களுக்கு வந்து அப் டு 12 EMIs வரும். ஓகே, புரியுதுங்களா? நீங்கள் வந்து 1,500 ரூபாய் ஏதோ வீக்லி EMI மாதிரி பே பண்ண வேண்டியதாக இருக்கும். ஸோ 3,000 rupees இன்ஸ்டால்மெண்ட்டில் போகிறதா 3,000 ரூபாய் எக்ஸ்ட்ரா கட்ட வேண்டியதாக இருக்கும். ஸோ இன்ஸ்டால்மெண்ட்டில் 3,000 ரூபாய் ஜஸ்ட் 3,000 ரூபாய் நீங்கள் பே பண்ணிங்கன்னா எக்ஸ்ட்ராவாக உங்களுக்கு வண்டி வந்து இன்ஸ்டால்மெண்ட்டில் பண்ணி கொடுக்கும். எந்த பேங்க் ப்ரூஃப்ஸும் தேவையில்லை, எதுவும் இல்லை. ஜஸ்ட் நார்மலாக உங்களுக்கு வந்து EMI டேரெக்டாக பண்ணி கொடுக்கும். ஒரு 2 இயர் 3 இயர். ஸோ 3 years பிளான் இருக்குது, அதை விட்டால் 4 years பிளான் இருக்குது. ഓക്കെ, ഓക്കെங்களா? ഇവിടെ വണ്ടി ഓണർഷിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സ്കീമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി നമ്മൾ ഓണർഷിപ്പ് സ്കീമിലെടുത്തിട്ട് നമ്മളൊരു 4 വർഷമോ അല്ലെങ്കിൽ 3 വർഷം 2 വർഷത്തിൻ്റെ സ്കീമുണ്ട്. അത്രയും നാൾ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വണ്ടി നമ്മുടെ തന്നെ സ്വന്തമാവുകയാണ്, റൈറ്റ്? ஆமாம். ஸோ நீங்கள் அந்த பிளானை வந்து முடிச்சிட்ட பிறகு உங்களுக்கு வந்து வண்டி உங்கள் பேரில் சொந்தமாக நாங்கள் வந்து மாற்றி கொடுக்குறோம். ஓகே, அப்புறமா இது டபுள் டிரைவர் ஸ்கீம். ஸோ டபுள் டிரைவர் ஸ்கீம் எப்படின்னா உங்களுக்கு வந்து ரெண்டல் மேலே கொடுக்கும். ஸோ ரெண்டலில் வந்து உங்களுக்கு டபுள் டிரைவர் ஸ்கீம் இருக்கும். அதில் எப்படின்னா நீங்கள் ஒரே வண்டியில் 2 டிரைவர்ஸ் வந்து டிரைவ் பண்ணலாம். ஸோ நீங்கள் 2 பேரும் இன்கேஸ் நீங்கள் வந்து அவர் 70 ட்ரிப்ஸ் பண்ணாரு, நீங்கள் 70 ட்ரிப்ஸ் பண்ணீங்கன்னா உங்கள் 2 பேர் ட்ரிப்ஸும் நாங்கள் கம்பேர் பண்ணிட்டு டோட்டல் ரெண்டை வந்து ப்ரொவைட் பண்ணுறோம். ஸோ உங்களுக்கு அதில் வந்து ஹையஸ்ட்டாக வந்து 450 வரையும் தான் ரெண்ட் வரும். ஹையஸ்ட் ட்ரிப் பண்ணுறது பர் ஹெட் நீங்கள் வந்து 70 ட்ரிப் பண்ணாலும் 140 ட்ரிப் வந்து கம்ப்ளீட் ஆகும். இன்கேஸ் நீங்கள் 140 அச்சீவ் பண்ணீங்கன்னா உங்களுக்கு வந்து 450 வரையும் ரெண்ட் வந்து வரும் பர் டே. பர் டேக்கு டோட்டலாக 450 தான் வரும். ടോട്ടലാ പെർ ഹെഡ് 450 தான் വരും ഡബിൾ ഡ്രൈവറിൽ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഇവിടെ ഡബിൾ ഡ്രൈവർ എന്ന് പറഞ്ഞ സ്കീമുണ്ട്. അതെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് 2 പേരായിട്ട് 12 hour വെച്ച്, ഇപ്പോൾ നിങ്ങൾ 2 ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ 2 പേര് വരുവാണെങ്കിൽ 2 പേരും 12 hour വെച്ച് ഓടുവാണെങ്കിൽ ആവറേജ് ഒരു 450 രൂപയാണ് റെൻറ്റ് വരിക. അപ്പോൾ ഒരാൾക്ക് ഒരു 200 സംതിങ് അത്രയും തന്നെ റെൻറ്റ് വരുള്ളൂ. അതപ്പം അത് നല്ലൊരു സ്കീമാണ്. ബ്രോ, இங்கே ஜாயின் பண்ணதுக்கு நமக்கு എന്തൊക്കെ டாக்குமெண்ட்ஸ், என்னென்ன டாக்குமெண்ட்ஸ் வேணும்? ஸோ ஒன்றும் இல்லை, நீங்கள் வந்து இங்கே ஜாயின் பண்ணணும்னா உங்களுக்கு வந்து பேசிக் டாக்குமெண்ட்ஸ் தான் தேவைப்படும். ஆதார், பேன், டிஎல். ஸோ உங்களோட லோக்கல் அட்ரஸ் ப்ரூஃப், ஏதாவது கேஸ் பில்லு இல்லை ரெண்டல் அக்ரிமெண்ட்டு, ஸோ இந்த மாதிரி ஏதாவது டாக்குமெண்ட்ஸ் எடுத்துகிட்டு வந்து நீங்கள் ப்ரொவைட் பண்ண வேண்டியதாக இருக்கும். ஸோ இன்கேஸ் நீங்கள் வந்து ஜாயினிங் பண்ணிவிட்டு இந்த டாக்குமெண்ட்ஸ் எல்லாம் ப்ரொவைட் பண்ணிங்கன்னா உங்களோட ஆன்போர்டிங் வந்து ஸ்டார்ட் ஆகும். ஸோ ஆன்போர்டிங் முடிச்சுட்டு உங்களுக்கு வந்து ஒரு 1 hour ட்ரைனிங் இருக்கும். ட்ரைனிங் முடிச்சிட்டிங்கன்னா உங்களுக்கு வந்து எல்லாம் பாஸ் ஆகி லாஸ்ட்டில் வந்து உங்களுக்கு வந்து வெஹிக்கிள் ப்ரொவைட் பண்ணுறோம். ஓகே, நீ ஒரிஜினல் டாக்குமெண்ட்ஸ் நீடு. ஸோ ஒரிஜினல் டாக்குமெண்ட்ஸ் நாங்கள் எதுவும் வாங்குறதில்ல. ஸோ நீங்கள் டாக்குமெண்ட்ஸ் வந்து ஜெராக்ஸ் கொடுத்தாலும் பிரச்சனை இல்லை, நாங்கள் வந்து அதை அக்செப்ட் பண்ணிக்கிறோம். பட் டாக்குமெண்ட் வந்து கிளாரிட்டி நல்லா இருக்கிற டாக்குமெண்ட்ஸ் நீங்கள் போட்டிங்கன்னா நல்லா இருக்கும். യെസ്, ഇവിടെ നമുക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഒറിജിനൽ ഡോക്യുമെന്റ്സ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് ഇവിടെ ജോയിൻ ചെയ്യണമെങ്കിൽ ബാംഗ്ലൂരിലെ ഏതെങ്കിലും ഒരു ലോക്കൽ അഡ്രസ് പ്രൂഫ് വേണം, അല്ലേ? അത് നമുക്ക് അഥവാ ഇല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും PG ജോയിൻ ചെയ്തിട്ട് അവിടുത്തെ കറണ്ട് ബില്ലോ അതല്ലെങ്കിൽ റെന്റൽ അഗ്രിമെന്റോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ PG ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് കിട്ടും, അത് കൊടുത്താലും മതി.
ப்ரோ இங்கே ஜாயின் பண்ணதுக்கு கம்பல்சரி ஊபர் ஐடி வேணுமா? சார் ஊபர் நீங்கள் ஊபர் ஐடி இருந்தால் உங்கள் ப்ராசஸ் வந்து சீக்கிரமாக முடிஞ்சிடும். இன்கேஸ் ஊபர் ஐடி இல்லைனாலும் பிரச்சனை இல்லை. உங்கள் ஆதார் என்ன டாக்குமெண்ட்ஸ் இருக்கோ நாங்கள் அது மேலே எங்கள் சைட்லேருந்து டாக்குமெண்ட்ஸ் வச்சு உங்கள் ஐடி வந்து நாங்கள் கிரியேட் பண்ணி கொடுத்துருவோம். பிரச்சனை இல்லை. ஸோ பட் இன்கேஸ் நீங்கள் வந்து அவுட் ஸ்டேட் அந்த மாதிரி இருந்தீங்கன்னா ஒரு மேக்ஸிமம் 2-3 days வந்து இந்த ப்ராசஸ் வந்து கம்ப்ளீட் ஆகுது, டைம் ஆகும். பட் ஐடி வந்து எங்கள் சைட்லேருந்து ஃப்ரீயாகவே வந்து ஃப்ரீ ஆஃப் காஸ்ட்டில் ஐடிஸ் வந்து நாங்கள் கிரியேட் பண்ணி கொடுத்துருவோம். அந்த எதுவும் பிரச்சனை இல்லை எங்கள் സൈഡ്. ഓക്കെ. യെസ്, നമുക്കിവിടെ ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഊബർ ഐ ഡി ഓൾറെഡി ഉണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉടനെ വണ്ടി കിട്ടി നമുക്ക് അടുത്ത ദിവസം തന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ നമുക്ക് ഊബർ ഐ ഡി ഇല്ല, ഇവിടെ വന്നിട്ട് ക്രിയേറ്റ് ചെയ്യാനാണെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ നിന്ന് വരുന്നവർക്കാണെങ്കിൽ 2-3 ദിവസം വരെ പിടിക്കുന്നുണ്ടെന്ന് അവർ പറയുന്നത്. 2 ദിവസം 3 ദിവസം മാക്സിമം അത്രയും ദിവസം വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഊബർ ഐ ഡി ആക്ടിവേറ്റ് ആവുള്ളൂ. പിന്നെ ഊബർ ഐ ഡി ഇവർ തന്നെ ആക്ടിവേറ്റ് ചെയ്തു തരും. അതിന് വേറെ പ്രത്യേകിച്ച് ഫീസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല സാർ, അധികം ഞങ്ങൾ ചാർജസ് பண்ணுறோம். ഊബർ ഐ ഡി ആക്ടിവേറ്റ് ചെയ്യുന്നതിന് ഫീസും കാര്യങ്ങളൊന്നും ഇല്ല. നിങ്ങൾ ഇപ്പോൾ നാട്ടിൽ നിന്ന് വരുന്നവരാണെങ്കിൽ ഊബർ ഐ ഡി ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ ഒരു 2-3 ദിവസം പിടിക്കും കേട്ടോ. യെസ്, അപ്പോൾ നമ്മൾ പറഞ്ഞേക്കുന്ന റെൻ്റൽ ഡീറ്റെയിൽസിൻ്റെ സ്കീമിൻ്റെ കാര്യങ്ങളുടെയൊക്കെ ഒരു ഫോട്ടോ ഞാൻ ലാസ്റ്റ് കൊടുത്തേക്കാം കേട്ടോ. അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏറെക്കുറെ എന്തെങ്കിലും മനസ്സിലാവും. പിന്നെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക, നമ്മൾ അതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ പറ്റുവാണെങ്കിൽ ഇംഗ്ലീഷിലൂടെ കമൻറ്റ് ചെയ്യുക, ഇവരും കമൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് അശ്വിൻ ബ്രോയ്ക്ക് ഓക്കെ ബ്രോ, താങ്ക് യു. ഓക്കെ, ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏകദേശം എല്ലാം ക്ലാരിറ്റി ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാനാണെങ്കിൽ ഒരു മെയിൻ കാര്യം അതേ പറയാൻ വിട്ടുപോയിരുന്നു കേസ്. സംഭവം നമ്മളിവിടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് 10,000 അടച്ചാൽ പിന്നെ ഇവിടെ 3 മാസം വർക്ക് ചെയ്യണം കേട്ടോ. 3 മാസം 90 ദിവസം നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഫണ്ട് റീഫണ്ട് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഊബറിലൊക്കെ വർക്ക് ചെയ്യുന്നവരും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഊബറിലെ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. അടുത്ത വീഡിയോ നമ്മൾ അതിനുള്ള ക്ലാരിഫിക്കേഷൻ എന്താണെങ്കിലും തരുന്നതായിരിക്കും കേസ്. പിന്നെ നമുക്ക് എന്താണെങ്കിലും നമുക്ക് നല്ലൊരു കീ കിട്ടിയിട്ടുണ്ട് കേസ്. നമ്മൾ നല്ലൊരു വണ്ടി സെലക്ട് ചെയ്തിട്ട് അവരുടെ അടുത്ത് പറഞ്ഞായിരുന്നു. അപ്പോൾ വണ്ടി അവർ തന്നിട്ടുണ്ട്. അപ്പോൾ വണ്ടിയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളെ കാണിച്ചു തരാം കേസ്. അപ്പോൾ നമ്മളെന്താണെങ്കിലും വണ്ടി എടുക്കാൻ വേണ്ടി പോവാണ്. ഒരു സെറ്റ് വണ്ടി തന്നെ അവർ നൈസായിട്ട് സെറ്റ് ചെയ്ത് തന്നു കേസ് കേട്ടോ. നമുക്ക് കിട്ടിയിട്ടുള്ളൊരു വണ്ടി എന്ന് പറയുമ്പോൾ അത്യാവശ്യം കുഴപ്പമൊന്നും ഇല്ലാത്ത നല്ല പുതുപുത്തൻ കിളിക്കുഞ്ഞു പോലത്തെ വണ്ടി കേട്ടോ. സംഭവം നല്ല ഫ്രഷ് പീസ് വണ്ടി തന്നെ കിട്ടി കേസ്. ഇതാകെ 9,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളതെന്നാണ് എൻ്റെ പ്രതീക്ഷ. വണ്ടി നല്ല നീറ്റായിട്ടുണ്ട്, തട്ടലും മുട്ടലും ഒന്നും വലുതായിട്ടില്ല. ചെറിയ പോർച്ചുഗൽ ബാംഗ്ലൂർ സ്വാഭാവികമായിട്ടും വണ്ടി ഓടിക്കുമ്പോൾ ചെറിയ പരിക്കുകളൊക്കെ വരുമല്ലോ, അത് തന്നെ ഉള്ളൂ. ഇതിൽ അതുപോലും ഇല്ല കേസ്. അത്യാവശ്യം നല്ല ഫ്രഷ് വണ്ടിയാണ്. വണ്ടിയുടെ ഒരു ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് കേസ് വണ്ടിയുടെ ഒരു ഇൻറ്റീരിയർ വരുന്നത്. അത്യാവശ്യം നീറ്റായിട്ടുണ്ട്. പിന്നെ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം, നമ്മൾ ഫ്ലീറ്റിൽ നിന്ന് എടുക്കുന്ന വണ്ടിയിൽ ഒരിക്കലും ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല മ്യൂസിക് സിസ്റ്റം വരുമെന്ന്. അതെന്താണെങ്കിലും നമ്മുടെ വണ്ടിയിലുണ്ട്, മ്യൂസിക് സിസ്റ്റം ഉണ്ട്. അപ്പോൾ സെറ്റായി. ഞാൻ ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ മേടിച്ച് വെക്കണമെന്ന് വിചാരിച്ചാൽ ഇതിപ്പോൾ എന്താണെങ്കിലും മ്യൂസിക് സിസ്റ്റം ഉണ്ട്, അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. പിന്നെ വണ്ടിയുടെ കിലോമീറ്റർ എത്ര ഓടിയെന്ന് നോക്കണം കേസ്. അത് ഞാൻ നോക്കട്ടെ. കീ എവിടെ? കീ ഉണ്ട്. ഗൈസ് കിലോമീറ്റർ നമുക്ക് നോക്കാം. ഒരു 9,000 ഓടിയിട്ടുള്ളതെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഗൈസ് 9,000 ഓടിയിട്ടുള്ളൂ, നമ്മൾ രക്ഷപ്പെട്ടു. ഇവിടെ നമുക്ക് പെട്രോളിൻ്റെ അതുപോലെ CNGയുടെ ഇൻഡിക്കേഷൻ കാണിക്കും. CNG നമുക്ക് 2 കെട്ടുണ്ട്, രക്ഷപ്പെട്ടു. പിന്നെ നമുക്ക് ഗിയർ ഇതാണ് ഗൈസ്. അത്യാവശ്യം ക്ലച്ച് സ്മൂത്താണ്, ക്ലച്ചൊന്നും വലിയ സീനില്ല. ബാംഗ്ലൂർ പിന്നെ ട്രാഫിക്കിൽ ക്ലച്ചുള്ള വണ്ടി മാക്സിമം സ്മൂത്തായ അത്രയും നല്ലത്. ഇതാണ് ഗൈസ് വണ്ടിയുടെ ഒരു ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ. ഇവിടെയൊക്കെ ഇച്ചിരി ചെളിയുണ്ട്, ഇതൊക്കെ നമ്മൾ നൈസായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ജില്ലെന്ന് നിൽക്കും. ഒരു പുതുപുത്തൻ വണ്ടി കിട്ടി. പിന്നെ ബാക്കിൽ ഞാൻ കാണിച്ചു തരാം ഗൈസ്. ബാക്കിലോട്ട് വരൂ ഗൈസ്. ഇതാട്ടോ വണ്ടിയുടെ ബാക്കിൻ്റെ ഒരവസ്ഥ. ബാക്കി ഇവിടെ സീറ്റിലൊക്കെ ഇച്ചിരി ചെളിയുണ്ട്, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് ആവുന്നേ ഉള്ളൂ. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. ഇതാണ് വണ്ടിയുടെ അവസ്ഥ, നല്ല നീറ്റായിട്ടുള്ളൊരു വണ്ടി. അപ്പോൾ ഇതിലാണ് നമ്മുടെ കളികൾ ഇനിയും. പിന്നെ ഇനിയിപ്പം ഇതാട്ടോ വണ്ടിയുടെ സൈഡിൽ നിന്നുള്ളൊരു വ്യൂ. ഗൈസ് ഫ്രഷ് വണ്ടി, സെറ്റ്, എന്താ ഒരു വൃത്തി. ഇനിയിപ്പം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇതിൻ്റെ അകത്തെന്താണ്. ഗൈസ് ഇതിൻ്റെ അകത്ത് CNGയും കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടിക്കകത്തിരുന്ന് ആരും സിഗരറ്റ് വലിക്കാൻ നോക്കണം. ആരെങ്കിലുമൊക്കെ ഇതിൻ്റെ അകത്ത് കയറി സിഗരറ്റ് വലിച്ചാൽ അവൻ്റെ ചുക്കാമണിയാണ് എനിക്ക്. അപ്പോൾ ഇതാണ്, കുഴപ്പമില്ല, അത് നമ്മളൊന്ന് സൂക്ഷിച്ചാൽ മതി. ഓക്കെ. CNG അടിക്കേണ്ട സ്റ്റേഷനൊക്കെ അതിനൊരു ആപ്പുണ്ട് ഗൈസ്. അതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം. അപ്പം വണ്ടിയും കാര്യങ്ങളും കാണിച്ചു തരാം. അയ്യോ അടയങ്ങോട്ടാണ്. അപ്പോൾ ഇതാണ് വണ്ടിയും കാര്യങ്ങളൊക്കെ. വണ്ടി ഓക്കെ സെറ്റ്, അത്യാവശ്യം നീറ്റ്. പിന്നെ ബാംഗ്ലൂർ വണ്ടി ഓടുമ്പോൾ ചെറിയ പൊടി സ്ക്രാച്ച് വരുമല്ലോ, അത് സ്വാഭാവികമായിട്ടും. പുതിയ വണ്ടിയാണെങ്കിൽ ബാംഗ്ലൂർ സ്ക്രാച്ച് ഇല്ലാത്തൊരു വണ്ടി പോലും ഇല്ല. അപ്പോൾ ഇനി ഇതിലാണ് കേസ് നമ്മുടെ കളികൾ. അപ്പം എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ വണ്ടി എടുത്തിട്ട് പോകാൻ പോവാണ് കേസ്. ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് കൂടെ ഉണ്ട്, അവനെന്താണെങ്കിൽ ക്യാമറ വരുന്നത് ഇഷ്ടമല്ലെന്ന് പറഞ്ഞു കേസ്. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടുന്ന് വണ്ടി എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. വണ്ടി എടുത്ത് ഇറങ്ങിയിട്ട് നമ്മൾ എന്താണെങ്കിലും റൂമിലേക്ക് പോവാണ്. ഇന്നിപ്പം നമുക്ക് എന്താണെങ്കിലും ഇന്ന് ഓടാൻ പ്ലാനൊന്നും ഇല്ല കേസ്. നമ്മൾ നാളെ തൊട്ട് ഓടാമെന്നുള്ളൊരു ഇതിലാണ്. അപ്പോൾ സംഭവം നമ്മൾ ബാംഗ്ലൂർ വണ്ടി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വണ്ടി എടുത്ത ഉടനെ റാറ്റ് ഷീൽഡ് അടിക്കണം. റാറ്റ് ഷീൽഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എലി വരാതിരിക്കാൻ വേണ്ടി അടിക്കുന്ന ഒരു സ്പ്രേ കേട്ടോ. അത് നമ്മൾ അടിച്ചിട്ടില്ലെങ്കിൽ പണി വാളും കേസ്. വണ്ടിയുടെ ഇവിടെ കുറേ എലിശല്യമുണ്ട്. എലി കയറി അടിയിലെല്ലാം കടിച്ചു പറിച്ചിട്ട് ആകെ വണ്ടി നാശമാക്കി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര മേജർ കംപ്ലയിൻറ്റ് വരും. അപ്പോൾ നിങ്ങൾ ബാംഗ്ലൂർ സ്വന്തമായിട്ട് വണ്ടി എടുക്കുന്നവരാണെങ്കിലും
അല്ലെങ്കിൽ റെൻറ്റിന് ടാക്സി ഓടുന്നവരാണെങ്കിലും വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ റാറ്റ് ഷീൽഡ് എന്നും പറഞ്ഞൊരു സ്പ്രേ ഉണ്ട്. ആ സ്പ്രേ മേടിച്ചിട്ട് അടിക്കുക. അതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും പണി കിട്ടിയിട്ടുണ്ടോ, എലി കടിച്ചെന്തെങ്കിലും പണി കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ ഗൈസ്. പിന്നെ നിങ്ങളുടെ ഊബറിലെ എക്സ്പീരിയൻസ് കൂടെ കമൻറ്റ് ചെയ്യട്ടോ. ഇതിൽ മാക്സിമം ഏൺ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ബാക്കി വരുന്നവർക്കും, അതേപോലെ ഞാനൊക്കെ പുതിയ ആൾക്കാരാണ്, നമുക്ക് ഇത് പലർക്കും ഐഡിയ ഇല്ല. ഇതിൽ വന്നിട്ട് കുറേ ആൾക്കാർ പറ്റുന്നില്ലെന്ന് പറഞ്ഞ് നിർത്തിപ്പോകുന്ന ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ട് ഊബറിൽ വന്നിട്ട്. കുറേ ആൾക്കാർ നല്ല ഏൺ ചെയ്യുന്നവരും ഉണ്ട്. നമ്മൾ കുറേ ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ കയറുന്നതിന് മുമ്പ് റെഫറൻസ് എടുത്തായിരുന്നു. അപ്പോൾ അവരൊക്കെ അങ്ങനെയാണ് പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് ഇവിടെ ഓടിയിട്ട് എന്താ അവസ്ഥ, സംഭവം ഓക്കെ ആണോ, കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യും. പിന്നെ ഇതിലുള്ളൊരു കാര്യം, കുറേ നമ്മുടെ ബാക്കിയുള്ള വർക്ക് പോലെ അല്ല, അത്യാവശ്യം കുറച്ച് ഹാർഡ് വർക്ക് എടുക്കണം കേസ്. കുറച്ച് ഹാർഡ് വർക്ക് എടുത്താൽ മാത്രമേ ഇതിൽ നല്ലോണം ഏൺ ചെയ്യാൻ പറ്റൂ, അല്ലാതെ പറ്റൂല. അപ്പം അങ്ങനെയൊക്കെയാണ് ഇതിലെ കാര്യങ്ങൾ. അപ്പം നമ്മളെന്താണെങ്കിലും റൂമിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. ഓട്ടം കിട്ടുന്ന സ്ഥലവും അതേപോലെ എന്തൊക്കെയാണെന്ന് കമൻറ്റ് ചെയ്യൂ കേസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമ്മൾ എന്താണെങ്കിലും റിപ്ലൈ ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും കേസ്. അപ്പോൾ നമ്മൾ നേരെ വണ്ടി എടുത്തിട്ട് PG എത്തിയിട്ടുണ്ട്. PG എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വണ്ടിയിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാംഗ്ലൂർ മിക്കവാറും എല്ലാ ഏരിയയിലും ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തിട്ടുണ്ടാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് 10-200 രൂപ എടുത്ത ഈ ഒരു റാറ്റ് സ്പ്രേ എന്ന് പറയുന്ന ഒരു സാധനം കിട്ടും കേട്ടോ. ഇത് നമ്മൾ മേടിച്ച് നിർബന്ധമായിട്ടും വണ്ടിയിൽ അടിച്ചിട്ടുണ്ടാണോ, ഇല്ലെങ്കിൽ എലി എങ്ങാണം വന്ന് കടിച്ച് കൂളൻറ്റിൻ്റെ പൈപ്പ് പൊട്ടിച്ച് കഴിഞ്ഞാൽ കൂളൻ്റ് എല്ലാം പോകും. അവസാനം എഞ്ചിൻ ചൂടായിട്ട് പിസ്റ്റം പിടിക്കും. ആകെ പിന്നെ എഞ്ചിൻ അടിച്ച് പണിയേണ്ട അവസ്ഥയാകും. അപ്പോൾ ഈ ഒരു സാധനം മേടിച്ച് വണ്ടിയിൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രശ്നമെല്ലാം സോൾവ് ചെയ്യാം. മിക്കവാറും നമ്മൾ വണ്ടി ഇപ്പം നമ്മൾ നിൽക്കുന്ന ഏരിയയിൽ എലിയും കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ചിലപ്പം വേറൊരിടത്തുകൊണ്ട് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവന്മാർക്ക് ഒരു അസുഖമുണ്ട് കയറി കടിക്കുന്നത്. വണ്ടി നല്ല തണുത്തിരിക്കുന്ന സമയത്ത് ഡബിൾ ഡ്രൈവറൊക്കെ ആണെങ്കിലും ഇത് അടിക്കുന്നത് എപ്പോഴും സേഫ് ആയിരിക്കും കേസ്. ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മളെടുത്തിട്ട് വണ്ടിയിലൊക്കെ ജസ്റ്റ് ഇവിടെയൊക്കെ ഇങ്ങനെ അടിച്ചു കൊടുക്കുക, വയറിലും കാര്യങ്ങളിലും ഒക്കെ. ഇതൊരു 2 ആഴ്ച കൂടുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, ഇതിങ്ങനെ നമ്മൾ നൈസായിട്ട് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ ഗേസ്. അപ്പോൾ അങ്ങനെ നമ്മളെന്താണെങ്കിലും വണ്ടി എടുത്തിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇനിയിപ്പോൾ നമ്മൾ നാളെ തൊട്ട് ഓടാമെന്നാണ് വിചാരിക്കുന്നത് ഗേസ്. പിന്നെ നിങ്ങൾ ഇതിലിവിടെ ഊബറിലോടാൻ വരുന്നവരാണെങ്കിൽ മാക്സിമം നിങ്ങൾക്ക് നല്ല പണിയെടുക്കുക. അത്യാവശ്യം കുറച്ച് ഹാർഡ് വർക്ക് എടുക്കാനുള്ള മൈൻഡുള്ളവർ മാത്രം വരിക. ഭയങ്കര ഈസി വർക്കാണെന്ന് വിചാരിച്ച് വരാതിരിക്കുക. പിന്നെ ഞാനിതിൻ്റെ റെൻറ്റിൻ്റെ ചാർട്ട് ഇട്ട് തന്നിരിക്കാം കേസ്. അത് സംഭവം നമ്മൾ ട്രിപ്പ് എടുക്കുന്നതിനനുസരിച്ച് റെൻറ്റ് ഇങ്ങനെ കുറഞ്ഞു വരും, അങ്ങനെയാണ്. അപ്പോൾ അത്യാവശ്യം ഇത് നമുക്ക് പിന്നെ വരുന്നത് എന്തായിരുന്നു, സാലറി ബേസ്ഡ് അല്ല, നമ്മൾ ട്രിപ്പ് എടുക്കുന്നതിനനുസരിച്ചാണ് നമുക്ക് ഏണിങ്സ് കിട്ടുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഊബറുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ എൻക്വയറീസ് ഉണ്ടെങ്കിൽ എന്നെ മാക്സിമം വിളിക്കാതെ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിൽ. അത് നിങ്ങൾ മാക്സിമം വാട്സപ്പിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഫ്രീ ആകുമ്പം റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് കോൾ വരുന്ന കാരണം പലപ്പോഴും എടുക്കാൻ പറ്റാറില്ല. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വാട്സപ്പിൽ ചെയ്യുക ഗൈസ്, അതിന് ഞാൻ എന്താണെങ്കിലും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പം ഇത്രയൊക്കെയായിരുന്നു. ഇത് മാക്സിമം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കത്തക്കവണ്ണമുള്ള രീതിയിൽ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടാണ്. അവിടെ പോയിട്ടാണെങ്കിലും ഒരു സാധാരണക്കാരനെ കണ്ടു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാകത്തക്കവണ്ണം നമ്മൾ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടില്ല, ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഇൻഫർമേഷൻ വേണമെങ്കിൽ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്ത് നമ്മൾ എന്താണെങ്കിലും വേറൊരു എക്സ്പ്ലനേഷൻ വീഡിയോ അതിൻ്റെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഇത്രയൊക്കെയായിരുന്നു. അപ്പം ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നില്ല, ലാസ്റ്റ് ഞാൻ റെൻറ്റിൻ്റെ ചാർട്ട് കാണിച്ചു തരുന്നത്. അതിലൊരു ചെറിയ പ്രശ്നമുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നമ്മുടെ ഊബറിൻ്റെ റേറ്റ് മാറുന്നതിനനുസരിച്ച് ചാർട്ട് റെൻറ്റ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിരിക്കുന്നു കേട്ടോ. നമ്മൾ അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു. അപ്പോൾ അത് കാരണം അത് ഞാനിപ്പം വീഡിയോയിൽ ഇട്ട് കഴിഞ്ഞാൽ വീഡിയോ ചിലപ്പോൾ കുറേ നാൾ കഴിഞ്ഞ് കാണുന്നവർ, കുറേ നാൾ കഴിഞ്ഞിട്ട് ആൾക്കാർ വീഡിയോ ചിലപ്പോൾ കാണുവാണെങ്കിൽ അവർക്കതൊരു ബുദ്ധിമുട്ടാവാൻ ചാൻസ് ഉണ്ട്. അത് കാരണം ഞാനത് നിങ്ങൾക്ക് റെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ വാട്സപ്പ് ചെയ്താൽ മതി. വാട്സപ്പിൽ ഞാൻ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു തരുന്നതായിരിക്കും. അപ്പം അത്രയൊക്കെയായിരുന്നു കേസ്. ഞാനിപ്പോൾ സംഭവം എൻ്റെ PGയുടെ ടെറസിലാണ് കേട്ടോ. ടെറസിൽ നിന്നുള്ള വ്യൂ ഇതാണ്. നമ്മൾ ടെറസിൽ ഇങ്ങനെ ചുമ്മാ ഇരുന്ന് ബോറടിക്കുമ്പം ടെറസിൽ വന്ന് ഇങ്ങനെ നിൽക്കലുണ്ട് കേസ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പം ഇത്രയൊക്കെയായിരുന്നു കേസ്. അപ്പം ഇപ്പം എന്താണെങ്കിലും ഓക്കെ കേസ്, ബൈ.